ഹലോ എവ്രി വൺ, എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ. ഞാൻ ആക്ച്വലി 4:30 ആകുമ്പോൾ എണീക്കാറുണ്ട്. 5 മണിയാകുമ്പോൾ ഇക്കയ്ക്ക് പോകണം. അപ്പോൾ ചായയൊക്കെ കൊടുത്തിട്ടായിരിക്കും, ചായ കുടിച്ചിട്ടായിരിക്കും ഇക്ക പോകുന്നത്. ഒരു 5:10 5:15 ആകുമ്പോൾ ഇക്ക പോകും. അപ്പോൾ ഞാൻ 4:30 എണീറ്റാൽ എനിക്ക് ഭയങ്കര അതൊരു ബെനിഫിറ്റാണ്. ഞാനൊരു 9:30 ആകുമ്പോഴത്തേനും എൻ്റെ ജോലിയെല്ലാം തീരും, വീട്ടിലെ സകല ജോലിയും തീരും. അത് കഴിഞ്ഞ് ഞാൻ ഫ്രീ ആണ്. എനിക്ക് 9:30 ആകുമ്പോൾ കുഞ്ഞിനെ അംഗനവാടിയിലാക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് വന്നാൽ ഞാൻ ഫുൾ ഫ്രീ ആണ്. എനിക്ക് ഉറങ്ങാം, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റാണ് ഈ 4:30 എണീക്കുന്നത്. ഒരു ഭയങ്കര ഫ്രഷ് സ്റ്റാർട്ടിങ് ആയിരിക്കും എനിക്ക്. അപ്പോൾ ചായ എല്ലാം കൊടുക്കാനുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഇന്ന് ദോശയായിരുന്നു. അപ്പോൾ ദോശയ്ക്ക് മാവ് ഞങ്ങൾ ഇന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചു. മാവ് പുറത്തുനിന്ന് വല്ലപ്പോഴും വാങ്ങാറുണ്ട്. അങ്ങനെ മാവ് വാങ്ങിച്ചു. മാവ് ഒരു 4:30 4:45 ആകുമ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചാലേ ഒരു 8 മണിയൊക്കെയാണ് അപ്പം ചുടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് തണുപ്പ് മാറിയിട്ട് സെറ്റായിട്ട് വരുമല്ലോ. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉപ്പിടാറില്ല. അന്നേരം ചൂടാറാകുമ്പോൾ ഉപ്പിടും. ഇങ്ങനെ ചായയൊക്കെ ആയി, ചായ കുടിച്ചു. ഇക്ക പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇഷ്ടത്തിന് ചീരയുണ്ട്. അപ്പോൾ ചീര കൊണ്ടുവന്നിട്ട് ചീര തോരൻ വെക്കാമെന്ന് പറഞ്ഞിട്ട് തേങ്ങ എടുത്താൽ നിങ്ങളാരും ഇങ്ങനെ ചെയ്യാറുണ്ടോ? തേങ്ങയുടെ നാര് മൊത്തം കളഞ്ഞിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒരു 5:45 ആവാറായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞൂസ് എണീറ്റ് വരുന്നു. കുഞ്ഞൂസ് എന്തോ ഞാൻ ഒറ്റയ്ക്ക് കിടന്നുകൊണ്ടായിരിക്കും എണീറ്റ് വന്നത്. ഞാൻ ആളവിടെ പോയിട്ട് കസേര ഇടുന്നു. ഞാൻ പറഞ്ഞു പോയി കിടക്കാൻ. അപ്പോൾ ആൾ കിടന്നില്ല. അങ്ങനെ തേങ്ങാവെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് തേങ്ങാവെള്ളം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തേങ്ങാവെള്ളം പൊട്ടിച്ചിട്ട് രാവിലെ കൊടുത്ത് നല്ലതാണെന്നല്ലേ പറയുന്നത്. തേങ്ങാവെള്ളം വെറും വയറ്റി കുടിച്ചാൽ നല്ലതാണെന്നല്ലേ. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായത് കൊടുത്തു. അങ്ങനെ 6 മണിയായപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, മമ്മി എനിക്ക് വിശക്കുന്നു. അങ്ങനെ ഞാൻ ഇച്ചിരി ഓട്സ് ഇരുന്ന് ഉണ്ടാക്കി കൊടുത്തു. നല്ലതായിരിക്കത്തില്ല, എന്നാലും വിശക്കുന്നതിന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആളെ രാവിലെ ആയപ്പോൾ ആളുടെ അത്ത വന്നിട്ട് കൊണ്ടുപോയി. നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സ്വെറ്റർ ഇടിപ്പിക്കാൻ പറഞ്ഞാൽ അപ്പോഴേ കൊണ്ടുപോയി. 3 സൈസ് മീനുണ്ടായിരുന്നു. ചൂര, സീഡി, കാരൽ, അങ്ങനെ എന്തോ ഒരു മീൻ. അപ്പോൾ അങ്ങനെ 3 സൈസ് മീനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയില്ലേ, ദോശയും ചട്നിയും. അത് കഴിഞ്ഞിട്ട് ചീര തോരനും ആക്കി. അത് കഴിഞ്ഞ് മീൻ വെട്ടലായിരുന്നു. മീനെല്ലാം വെട്ടി വൃത്തിയാക്കി ഒരു സെറ്റ് വറക്കാനും ഒരു സെറ്റ് കറി വെക്കാനും. ചൂര കറി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള മീനെല്ലാം വറക്കാനും. അങ്ങനെ മീൻ കറി വെക്കുന്നതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാം. ഇപ്പം എല്ലാവർക്കും യൂട്യൂബുണ്ട്, എല്ലാവരും യൂട്യൂബിൽ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ മീൻ കറി ഇങ്ങനെയല്ല നോർമലി. ഞാൻ പെട്ടെന്ന് ചടപടയെന്ന് വെക്കണമായിരുന്നു. എനിക്ക് അടൂരൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചടപടയെന്ന് മീൻ കറി വെച്ചു. മീൻ കറിയെല്ലാം ആയിക്കഴിഞ്ഞിട്ട് ഇത് ചൂര കേട്ടോ. ചൂര അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനായിരുന്നു, നല്ല വലിപ്പമുള്ളായിരുന്നു. എനിക്കാണെങ്കിൽ ചൂര കേട്ടോ വലിയ പ്രയാസമില്ല. എനിക്ക് മറ്റേ മങ്കടയും അതൊക്കെ ഭയങ്കര പാടാട്ടോ. ചൂര എളുപ്പത്തിൽ ഞാൻ വെട്ടിയെടുക്കും. തോലൊക്കെ കളയാനൊക്കെ എനിക്ക് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ചൂരമീൻ കഴിഞ്ഞിട്ട് ഞാൻ മുളകെല്ലാം വരട്ടിയിട്ട് വറക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് അടൂരത്തെ വ്ളോഗ് കേട്ടോ. ഇത് ഞാൻ മിനി വ്ളോഗായിട്ട് ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുവിനെ കൊണ്ട് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയത് അടൂർ. അപ്പോൾ അതെന്താ ഷോപ്പിങ്ങിൻ്റെ കാരണമെന്ന് വേറൊരു ഷോട്ടിൽ പറയാം കേട്ടോ. അത് എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ രാത്രിയായപ്പോൾ വീട്ടിൽ വന്ന്, ഉച്ചയ്ക്ക് പോയത് പക്ഷേ രാത്രിയായപ്പോഴേ വീട്ടിൽ വന്ന്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.